ദ ലെജൻഡ് ഓഫ് കിച്ചൺ സോൾജർ എപ്പിസോഡ് 9 ആരംഭിക്കുന്നത് ഡോങ് ക്യൂൻ തന്റെ അവധി നേരത്തെ അവസാനിപ്പിച്ച് മെസ് ഹാളിലേക്ക് മടങ്ങിയെത്തുന്നതോടെയാണ്. അതേസമയം സിയോങ് ജിയുടെ ഷെഫ് പാത്ത് സ്കിൽ ഇന്റർമീഡിയറ്റ് ലെവലിലേക്ക് ഉയരുന്നു. ഇതോടെ വേഗത്തിൽ പച്ചക്കറികൾ അരിയാനും ആളുകൾക്ക് ഒരു ഭക്ഷണം എത്രത്തോളം ഇഷ്ടപ്പെടുമെന്ന് കാണിക്കുന്ന പ്രത്യേക റേറ്റിംഗ് പരിശോധിക്കാനുമുള്ള പുതിയ കഴിവുകൾ അവന് ലഭിക്കുന്നു. ആകാംക്ഷയോടെ സിയോങ് ജി എല്ലാവരുടെയും ഗോർമെറ്റ് റേറ്റിംഗ് പരിശോധിക്കുന്നു. അതിൽ ഏറ്റവും ഉയർന്ന റേറ്റിംഗ് റെജിമെന്റൽ കമാൻഡർ വോൺ യോങ്ങിനാണെന്ന് അവൻ മനസ്സിലാക്കുന്നു. ഇതിനിടയിൽ ഓഫീസേഴ്സ് മെസ്സിൽ നടന്ന പ്രമോഷൻ ആഘോഷത്തിലേക്ക് സിയോങ് ഹോക്ക് ക്ഷണം ലഭിക്കുന്നുണ്ട്. ഏറിനെയും സിയോങ് ജെയെയും കൂടെ കൊണ്ടുവരണമെന്ന് അവർ പ്രത്യേകം ആവശ്യപ്പെടുന്നു. തന്റെ ആദ്യത്തെ 5 സ്റ്റാർ വിഭവം തയ്യാറാക്കാൻ സിയോങ് ജെ കഠിനമായി പരിശീലിക്കുകയാണ്. എത്ര ശ്രമിച്ചാലും അവന്റെ വിഭവങ്ങൾ 4 സ്റ്റാറിൽ തന്നെ കുടുങ്ങിക്കിടക്കുന്നു. പാർട്ടിക്കിടെ ഗാംഗ്ലിംഗ് ഔട്ട്പോസ്റ്റിലെ സൈനികരുടെ മനോവീര്യം ഉയർത്തിയതിന് വോൺ യോങ് സിയോങ് ജെയെ പ്രശംസിക്കുന്നുണ്ട്. അപ്പോഴാണ് തന്റെ അടുത്ത ദൗത്യം പൂർത്തിയാക്കാൻ വോൺ യോങ്ങിനെ ഒരു 5 സ്റ്റാർ ഭക്ഷണത്തിലൂടെ തൃപ്തിപ്പെടുത്തേണ്ടതുണ്ടെന്ന് സിയോങ് ജെ തിരിച്ചറിയുന്നത്. ഓഫീസേഴ്സ് മെസ്സിലെത്തിയപ്പോൾ അവിടെയുള്ള പരിചയ സമ്പന്നരായ ഷെഫുമാർ സിയോങ് ജെയെ അത്ര സ്വാഗതം ചെയ്യുന്നില്ല. കോർപ്പറൽ ലീ ഹോയോങ്ങിന്റെ നേതൃത്വത്തിൽ അവന് അടുക്കളയുടെ ഒരു മൂലയിൽ മാത്രം പാചകം ചെയ്യാൻ അവസരം നൽകുന്നു. തുടക്കത്തിൽ അല്പം ആശയക്കുഴപ്പത്തിലായിരുന്നെങ്കിലും തന്റെ കത്തി കൈകാര്യം ചെയ്യുന്ന മികവും അർപ്പണബോധവും കൊണ്ട് സിയോങ് ജെ എല്ലാവരെയും അത്ഭുതപ്പെടുത്തുകയാണ്. ഇതിനിടെ ഗാംഗ്ലിംഗ് ഔട്ട്പോസ്റ്റിൽ മറ്റൊരു പ്രശ്നം ഉയരുന്നു. അന്നത്തെ മെനുവിൽ സൈനികർ ഏറ്റവും വെറുക്കുന്ന ബോൺലെസ് പോളോക്ക് ആണ്. സിയോങ് ജെ ഇല്ലാത്തതിനാൽ എല്ലാവരും ഇന്ന് മോശം ഭക്ഷണമായിരിക്കുമെന്ന് കരുതുന്നു. എന്നാൽ ഡോങ് ഹ്യൂനും ക്വാൻ ചിയോളും സിയോങ് ജെ തയ്യാറാക്കി വെച്ച റെസിപ്പി നോട്ട് ഉപയോഗിച്ച് വിഭവം പാചകം ചെയ്യുന്നു. എല്ലാവരെയും അത്ഭുതപ്പെടുത്തി ആ ഭക്ഷണം വളരെ രുചികരമാകുന്നു. അതേസമയം സിയോങ് ജെ തന്റെ വിഭവം 5 സ്റ്റാറിലേക്ക് ഉയർത്താൻ പാടുപെടുകയാണ്. എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ടപ്പോൾ ഷെഫ് പാത്ത് അവന് ഒരു സൂചന നൽകുന്നു. ഫ്രിഡ്ജിൽ നിന്ന് കാട്ടുപൈൻ കൂണുകൾ കണ്ടെത്തിയ സിയോങ് ജെ ഹോയോങ്ങിന്റെ നിർദ്ദേശപ്രകാരവും ഉപദേശപ്രകാരവും അവ വിഭവത്തിൽ ചേർക്കുന്നു. ഒറ്റ നിമിഷം കൊണ്ട് ആ വിഭവം 5 സ്റ്റാർ മാസ്റ്റർ പീസ് ആയി മാറുകയാണ്. പിന്നീട് ജാപ്ചെ എന്നവന്റെ വിഭവം വിളമ്പിയപ്പോൾ വോൺ യോങ് ആദ്യം അതിനെ ഒരു സാധാരണ ന്യൂഡിൽസ് വിഭവമായി അവഗണിക്കുന്നു. പക്ഷേ ഒരു കഷ്ണം കഴിച്ച ഉടൻ തന്നെ അതിന്റെ രുചിയിൽ അദ്ദേഹം വിസ്മയപ്പെടുന്നു. തുടർന്ന് നടന്ന സംഭാഷണത്തിൽ ഓഫീസേഴ്സ് മെസ്സിൽ ഉപയോഗിക്കുന്ന ചേരുവകൾ സാധാരണ സൈനികർക്ക് ലഭിക്കുന്നതിനേക്കാൾ വളരെ മികച്ചതാണെന്ന് സിയോങ് ജെ അബദ്ധത്തിൽ വെളിപ്പെടുത്തുന്നു. ഏറിനും അതിന് ശരിവെക്കുന്നുണ്ട്. ഈ വിവരങ്ങൾ വോൺ യോങ്ങിനെ ആശങ്കപ്പെടുത്തുന്നു. ഉടൻ തന്നെ അദ്ദേഹം ഒരു അന്വേഷണത്തിന് ഉത്തരവിടുന്നു. അതേസമയം സിയോങ് ജെ തന്റെ ദൗത്യം വിജയകരമായി പൂർത്തിയാക്കി പുതിയ ഡെസേർട്ട് റെസിപ്പികളും മറ്റ് പ്രത്യേക പാചക വിദ്യകളും സമ്മാനമായി നേടുന്നു. കൂടാതെ ഒരിക്കലും മറ്റുള്ളവരുടെ ഭക്ഷണത്തെ പ്രശംസിക്കാത്ത ഹോയോങ്ങിന്റെ ബഹുമാനവും അവൻ സ്വന്തമാക്കുന്നു. എന്നാൽ സിയോങ് ജെയുടെ വിജയാഘോഷത്തിനിടയിൽ തന്നെ പുതിയ പ്രശ്നങ്ങൾ രൂപം കൊള്ളുകയാണ്. ചുൻ ഈക്ക് രഹസ്യമായി ഒരു സമഗ്ര പരിശോധനയ്ക്ക് ഉത്തരവിടുന്നു. ആ പരിശോധനയുടെ ആദ്യ ലക്ഷ്യം ഗാംഗ്ലിംഗ് ഔട്ട്പോസ്റ്റ് തന്നെയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കുകയാണ്. എപ്പിസോഡിന്റെ അവസാനത്തിൽ മിൻകുവും സംഘവും യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഗാംഗ്ലിംഗ് ഔട്ട്പോസ്റ്റിലേക്ക് എത്തിച്ചേരുന്നു. ഇനി അവിടെ എന്ത് സംഭവിക്കുമെന്നറിയാതെ എല്ലാവരും ആശങ്കയിലാകുമ്പോൾ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും മറക്കരുത്. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.